നമസ്കാരം, എല്ലാവർക്കും M2Mൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുര പച്ചടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഈ സദ്യയ്ക്കും ഒക്കെ വിളമ്പാറുണ്ട് കേട്ടോ. ഇതിപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത്തപ്പഴവും മത്തങ്ങയുമാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ? എന്തായാലും ഒന്ന് ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സമയമെടുക്കും, മെനക്കേടുണ്ട്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പോളം മത്തങ്ങ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഏത്തപ്പഴമായിരുന്നു, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. ഇത് രണ്ടും ഇങ്ങനെ അരിഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ വേണം നമുക്ക്. വറ്റൽമുളകും കടുകും വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇനി വേണ്ടത് കുറച്ച് ശർക്കരയാണ്. പിന്നെ തേങ്ങ, ജീരകം, ഒരു ചെറിയുള്ളി. ഇനി കുറച്ച് നെയ്യ് വേണം. കാഷ്യൂനട്ടും റൈസിൻസും വേണം. ഇനി നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് കോഴ്സായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അരഞ്ഞു പോയേ ചെയ്യരുത്, ഒന്ന് ചതഞ്ഞാൽ മതി. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും മത്തങ്ങയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും അതും കൂടെ ഇട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരിക്കലും ഓവർ കുക്കായി പോകരുത്, കാരണം നമ്മൾ ഇനിയാണിത് ശരിക്കും കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് കറി ആകുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവത്തിനായാൽ മതി. ഇത്രയും പോലും ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയും നമ്മൾ പാനിലിട്ട് അതിങ്ങനെ വരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം അത് വെന്തോളും. ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൊണ്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഞാൻ തേങ്ങ കൃഷി ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആ തേങ്ങ കൃഷി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒരു പിഞ്ച് കടുകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ വെള്ള ശർക്കര ആയതുകൊണ്ടാണ്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ ഡാർക്ക് കളറിലായിരിക്കും നമുക്ക് കറി കിട്ടുന്നത്. ഇതൊരു കുറച്ച് നേരം ഒരു 10-20 മിനിറ്റോളം എടുക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കണ്ടോ, ഈ പരുവത്തിൽ നല്ലോണം കളറ് മാറി വരുന്നിടം വരെ ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിലിട്ട് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മുടെ പച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കുക. വറ്റൽമുളക് കൂടി ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. 2 സെക്കൻഡ് ഇളക്കി കൊടുത്ത് അതും കൂടെ നമുക്ക് പച്ചടിയുടെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്താലും വർത്താണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമുക്ക് സദ്യയ്ക്കും ഒക്കെ വിളമ്പാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.